വെച്ചുകൊണ്ട് ഏതാനും വാക്കുകൾ പറയും. ഉസബിയുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജതുക വഅൻകഹതുക ബിൻതി കദാ വകദാ ബിമഹരി. എന്നെ ഏറ്റവും അത്യുത്കൃഷ്ടമായ ചില വാക്കുകൾ ഇവിടെ പറയാൻ പോവുകയാണ്. ആ വാക്കിന്റെ സാരാംശം ഇങ്ങനെയാണ്: ഞാൻ എന്റെ മകളെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയാണ്. ബിത്തസ്രീഹിൻ ഔ ഇഹ്സാൻ. എന്റെ മകളെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നത് എന്റെ മകൾ എനിക്കൊരു അമിത ബാധ്യതയായതുകൊണ്ടല്ല. സന്ധിക്കുപ്പയും വരുന്നത് കാത്തിരിക്കുന്ന കെട്ടിടുന്ന വേദനയോടുകൂടി ഞാൻ നിങ്ങളുടെ കൈകളിലേക്ക് എന്റെ മകളെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ജീവിച്ചവളാണ്. അവളിൽ നിന്ന് അപ്രിയകരമായ, അനിഷ്ടകരമായ, അരോചകരമായ, അലോസരകരമായ എന്തെങ്കിലും നബിയുടെയും ഹവ്വാ ബീവിയുടെയും ലോകത്തിന്റെ സമോദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത്, അതിന്റെ വേദിയായി അള്ളാഹു സൃഷ്ടിക്കപ്പെടുന്നത് സ്വർഗീയ ലോകമാണ്. ഇവിടെ നമുക്ക് സ്വർഗമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. പൂർവ്വലിംഗങ്ങളും മദ്യശാലകളും നയനകരമായ, കർണകരമായ അനുഭവൈദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു സ്വർഗം ഇവിടെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞ് എവിടെ ജീവിക്കുന്നുവോ അവിടെ സ്വർഗം തീർക്കാൻ സാധിക്കണമെന്ന ഒരു പ്രതിച്ഛായ സ്വർഗീയ ലോകത്ത് ആദ്യത്തെ വിവാഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആദം നബിയുടെയും ഹവ്വാ ഉമ്മയുടെയും വിവാഹ ജീവിതം നമ്മുടെ മുമ്പിൽ മാതൃകയാക്കി തരികയാണ്. എവിടെ ജീവിക്കുന്നു അവിടെയൊക്കെ സ്വർഗം സൃഷ്ടിക്കപ്പെടാൻ കഴിയണം. ദാരിദ്ര്യത്തിന്റെ തീവ്രതയിൽ കഴിയുമ്പോഴും പുതിയ കാലത്ത് നമുക്ക് കാണാൻ കഴിയും. ദാരിദ്ര്യത്തിന്റെ തീവ്രതയിൽ കടത്തിന്റെയും വിറക് കൊള്ളി പോലെ കഴിയുന്ന തമിഴ്നാടോടി സ്ത്രീകൾ നമ്മൾ കാണാറുണ്ട്. അവരുടെ ദാരിദ്ര്യവും ജീവിത പശ്ചാത്തലവും ഒന്നും അവരുടെ കുടുംബ സ്നേഹത്തെയോ ദാമ്പത്യ സൗഹൃദത്തെയോ തകർത്ത് കളയാറില്ല. അതുകൊണ്ട് ഇല്ലായ്മയും വല്ലായ്മയും മറന്ന് ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പ്രിയപ്പെട്ട നബിയിലും ഷേജാൻ പർവീനും അനുസൃതമായ ഒരു മസ്രമായ കുടുംബബന്ധത്തിനും കുടുംബ ജീവിതത്തിനും ദാമ്പത്യത്തിനും വേദി ഉണ്ടാകട്ടെ എന്ന വലിയ പ്രാർത്ഥനയെ സാക്ഷ്യപ്പെടുത്തി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലോകാടിസ്ഥാനത്തിൽ സാമൂഹ്യ പശ്ചാത്തലത്തിൽ പണ്ടൊരിക്കൽ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടതുപോലെ കോവളത്ത് ജാക്കറ്റിട്ട് സമുദ്രത്തിന്റെ ആർദ്രതയിൽ പോയിക്കൊണ്ട് വിവാഹം നടത്തിയത്രേ. 6 മാസക്കാലമാണ് ആ വിവാഹത്തിന്റെ ദൈർഘ്യം. പത്രമാധ്യമങ്ങളിൽ ഡൈവോഴ്സിന്റെ ചരിത്രം നമ്മൾ കണ്ടത്. എന്നാൽ മഴയൊന്ന് പെയ്യുമ്പോഴത്തേക്ക് ഈന്തപ്പനയോലയിൽ നിന്ന് പെയ്തു വീഴുന്ന മഴത്തുള്ളികൾ സ്വശരീരത്തിൽ വെയ്തിറങ്ങുന്ന മദീനത്തെ ഈന്തപ്പന കൊട്ടാരത്തിന്റെ ഉള്ളിൽ പരിലസിച്ച ഹബീബറായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മഹദി ആയിഷ ഉമ്മയുടെയും കുടുംബ ജീവിതത്തിന്റെ മനോഹരമായ ദൃശ്യം ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മരണശയ്യയിൽ എന്റെ ഭർത്താവ് എന്റെ മടിയിൽ എന്ന് മഹദിയായ ആയിഷ ഉമ്മ പറയുന്ന ചരിത്രം. മരണപ്പെട്ട് ആയിഷ ഉമ്മയോട് കൂട്ടുകാരികൾ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ആയിഷ ഉമ്മ ലോകത്തിന്റെ മുമ്പിൽ പറയുകയാണ്, പുതിയ കാലത്ത് കാമവര്യന്മാരും ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവിനെ ധനസമ്പാദനത്തിന്റെ യന്ത്രവുമായി കാണുന്ന പുതിയ കാലത്ത് ലോകത്ത് കുടുംബ ജീവിതത്തിന്റെ മകുട